കേരള സർവകലാശാല രജിസ്ട്രാർ അനിൽകുമാറിനെ സ്ഥലം മാറ്റി സർക്കാർ. രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് മാതൃസ്ഥാപനമായ ശാസ്താംകോട്ട DB കോളേജിലേക്കാണ് മാറ്റം. അനിൽകുമാർ ആവശ്യപ്പെട്ടത് പ്രകാരം കോളേജിലേക്ക് തിരികെ നിയമനം നൽകുന്നുവെന്നാണ് സർക്കാർ ഉത്തരവ്. ഭാരതാംബ ചിത്ര വിവാദത്തെ തുടർന്ന് സസ്പെൻഷനിലായ അനിൽകുമാറിനെ ഇതുവരെയും തിരികെ എടുത്തിരുന്നില്ല. കഴിഞ്ഞ ജൂലൈയിലാണ് ഭാരതാംബ ചിത്ര വിവാദത്തിന്റെ പേരിൽ ഡോക്ടർ KS അനിൽകുമാറിനെ രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് VC സസ്പെൻഡ് ചെയ്തത്. പിന്നാലെ SFI ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പ്രതിഷേധങ്ങളും നിയമപോരാട്ടങ്ങളും നടന്നു. സർക്കാരും സിൻഡിക്കേറ്റും ഇടത് സംഘടനകളും അനിൽകുമാറിനൊപ്പം നിന്നു. ചാൻസലറുടെ പിന്തുണയോടെയായിരുന്നു VC മോഹനൻ കുന്നുമ്മലിന്റെ KS അനിൽകുമാറിനെതിരായ നീക്കങ്ങൾ. ഒടുവിൽ നടന്ന സിൻഡിക്കേറ്റ് യോഗത്തിലും തീരുമാനമാകാതെ വന്നപ്പോൾ അനിൽകുമാറിന്റെ സസ്പെൻഷൻ അനന്തമായി നീണ്ടു. തന്നെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കണമെന്ന അനിൽകുമാറിന്റെ ഹർജി ഇപ്പോഴും ഹൈക്കോടതിയിൽ നിലനിൽക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് രജിസ്ട്രാറെ സ്ഥലം മാറ്റി സർക്കാർ ഉത്തരവിറക്കിയത്. ശാസ്താംകോട്ട DB കോളേജിലെ പ്രിൻസിപ്പളായിരുന്ന അനിൽകുമാറിനെ ഡെപ്യൂട്ടേഷനിലാണ് രജിസ്ട്രാറായി നിയമിച്ചത്. എന്നാൽ ഇനി രജിസ്ട്രാർ സ്ഥാനത്ത് തുടരാൻ താല്പര്യമില്ലെന്നും അതിനാൽ തന്നെ മാതൃസ്ഥാപനത്തിലേക്ക് മടങ്ങിപ്പോകാൻ അനുവദിക്കണമെന്നും അനിൽകുമാർ ആവശ്യപ്പെട്ടതായി ഉത്തരവിൽ പറയുന്നു. ഉത്തരവ് പ്രകാരം ഉടൻ തന്നെ അനിൽകുമാറിന് DB കോളേജിൽ പ്രിൻസിപ്പലായി തിരികെ പ്രവേശിക്കാം. സിസ തോമസിന്റെ നിയമനത്തിൽ സർക്കാർ ഗവർണർക്ക് വഴങ്ങിയെന്ന ആക്ഷേപത്തിന് ശക്തി പകരുന്നതാണ് അനിൽകുമാറിന്റെ മാറ്റവും. ആദ്യാവസാനം സർക്കാരിനൊപ്പം നിലകൊണ്ട അനിൽകുമാറിനെ മന്ത്രിയും ഇടത് സിൻഡിക്കേറ്റും കൈവിട്ടു എന്ന സംശയവും ഉയരുന്നുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.